കൂട്ടമരണങ്ങളുടെ പേമാരി പെയ്ത 2024 ജൂലൈ 30 എന്ന രാത്രി. ഒരിക്കലും മറക്കാനാവാത്തവരാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും അവശേഷിച്ച ജനത. ഇരുട്ടിൽ മലവെള്ളത്തോടൊപ്പം പാതി ഒലിച്ചുപോയ ആ മണ്ണിലേക്ക്, ചിതറിത്തെറിച്ചുപോയ ജീവനുകൾക്കിടയിലേക്ക് വിറങ്ങലിച്ച മനസ്സോടെ സർവ്വസഹായങ്ങളുമായി ഓടിയെത്തിയവരാണ് നമ്മൾ മലയാളികൾ. വിണ്ടുകീറിയ മണ്ണിൽ ബാക്കിയായ ജീവനുകളെ ദ്രുതഗതിയിൽ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അടിയന്തര പുനരധിവാസം സാധ്യമാക്കുമെന്ന് സർക്കാരുകളും ആവർത്തിച്ചു. എന്നാൽ ദുരന്ത പെയ്ത്തിന്റെ 7ാം മാസത്തിലും ആ ജനത മഴയത്തു തന്നെ നിൽക്കുകയാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റണമെന്നാവശ്യപ്പെട്ട് തെരുവിൽ സമരം ചെയ്യേണ്ട ഗതികേടിലാണ് എല്ലാം നഷ്ടപ്പെട്ട ആ പാവങ്ങൾ. അന്ന് മണ്ണിലമർന്നുകൊണ്ടിരുന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾക്കും ചെളിക്കൂമ്പാരങ്ങൾക്കുമിടയിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തകർ ജീവനോടെ വാരിയെടുത്ത അതേ മുഖങ്ങളെ കഴിഞ്ഞ ദിവസം നാം വീണ്ടും കണ്ടു. ചൂരൽമലയിലെ അവശേഷിച്ച മണ്ണിൽ ചേർന്നു നിന്ന് അവർ മുദ്രാവാക്യം വിളിച്ചു, സഹിച്ചു മടുത്ത് സർക്കാരേ എന്ന്. പഴയ ജീവിതം തിരിച്ചുപിടിക്കണമെങ്കിൽ, ഭയമില്ലാതെ രാത്രി കിടന്നുറങ്ങണമെങ്കിൽ ആ മനുഷ്യർക്ക് മണ്ണ് വേണം, വീട് വേണം, തൊഴിൽ വേണം, മക്കളെ പഠിപ്പിക്കണം. ദുരന്തം നടന്ന് ഇന്നത്തേക്ക് 214 ദിവസമായിരിക്കുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നറിയിച്ച പുനരധിവാസം 7 മാസം കഴിഞ്ഞിട്ടും തുടങ്ങാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നാരോപിച്ചാണ് ദുരന്തബാധിതരും പ്രതിപക്ഷവും തെരുവിലിറങ്ങിയത്. കേന്ദ്രത്തിന്റെ അവഗണനകൾക്കും സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്കിനുമിടയിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരിൽ അന്നു കൊണ്ട മഴയുടെ മരണത്തണുപ്പ് ബാക്കിയാവുകയാണ്. ന്യൂസ് ബസ് ചോദിക്കുന്നു, മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും മനുഷ്യരെ സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് തള്ളിവിടുന്നതാരാണ്?